السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും തറാവീഹും നമ്മുടെ ഖുർആനോത്തും നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ വേണ്ടപ്പെട്ടവരെ അല്ലാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് അതിന്റെ ശഫാഅത്തോടെ സ്വർഗം പ്രാപിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലുള്ള റമളാനിന്റെ ബഹുമാനം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മയൊക്കെ അല്ലാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, മാനസിക ടെൻഷൻ എല്ലാം അല്ലാഹു മാറ്റി ഫറഹും സുറൂറും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇന്നിന്റെ ഈ പരിശുദ്ധമായ റമളാനിന്റെ മൂന്നാമത്തെ രാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ ഈ സമൂഹത്തിന് നമുക്ക് ഇറക്കി നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിന്റെ മുന്നിൽ ഇന്നൊരു പ്രത്യേകമായ ദുആ. വിശ്വാസികളായ നമ്മളൊക്കെ തന്നെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചോദിച്ച് മുന്നിൽ വെച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ, സുകൃതങ്ങൾ ചെയ്യാനുള്ള മനസ്സും ഒരു ഉണർവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. സുകൃതങ്ങൾ ചെയ്യാൻ നമുക്ക് ശാരീരികമായ ഒരു എന്താ പറയാ, ഒരു ഉണർച്ച വേണം, നമുക്ക് ഒരു എനർജി വേണം. യഥാർത്ഥത്തിൽ നോമ്പിന്റെ ക്ഷീണത്തിൽ ഇരിക്കാൻ പാടില്ല, നോമ്പിന്റെ അല്ലെങ്കിൽ റമളാനിന്റെ ക്ഷീണത്തിൽ പെട്ടുപോകാൻ പാടില്ല. അമലുകൾ ആക്റ്റീവ് ആകണം. അതിന് നമ്മൾ ഇന്ന് പ്രത്യേകം ചെയ്യേണ്ട, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ദുആയാണ് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ കൂടെ പറയണം. اللهم ارزقني فيه الذهن والتنبيه وابعدني فيه من السفاهة والتنبيه واجعل لي نصيبا من كل خير ينزل فيه على عبادك بجودك يا أرحم الراحمين. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഇന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചേരാൻ പോകുന്ന തറാവീ നിസ്കാരത്തിന്റെ ഫളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദന അലി റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നത്തെ തറാവീഹ് ഒരാൾ നിസ്കരിച്ചാൽ, മൂന്നാമത്തെ തറാവീഹ് ഒരാൾ നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരോടായി മലക്കുകൾ മുഖേന പറയപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത്, ഇസ്തഗ്നിഫുൽ അമല, നിങ്ങൾ പുതിയ പുതിയ അമലുകൾ ചെയ്തോളൂ, വെറൈറ്റി അമലുകളിലേക്ക് ബന്ധപ്പെട്ടോളൂ. ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക്, ഈ കഴിഞ്ഞു പോയ തൊട്ടു മുമ്പുള്ള സെക്കൻഡ് വരെ, ഈ തറാവി നിസ്കരിക്കുന്നത് വരെയുള്ള നിങ്ങളുടെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാപ്പാക്കി തന്നിരിക്കുന്നു, പുറത്തു തന്നിരിക്കുന്നു എന്ന ഒരു വലിയ സന്തോഷ വാർത്ത മലക്കുകൾ വിളിച്ചു പറയും എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ദുആ, തറാവി നിസ്കാരം എല്ലാം പൂരിശയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്നിന്റെ രാവിന്റെ എല്ലാ പൂരിശയും നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ ദുആ മജ്ലിസിലേക്ക് നമുക്ക് കടക്കാം. അതോടൊപ്പം നമ്മുടെ ദുആകളിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഓരോ നിസ്കാര ശേഷമുള്ള ദുആകളിൽ പോലും മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാലോ ഫലസ്തീനിന്റെ മക്കൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ മുന്നിലും ഇപ്പോൾ NRC, CAA പോലുള്ള നിയമങ്ങൾ നടപ്പാക്കണം, ആ അവസ്ഥകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ കുറേ കാലം നീണ്ട ദുആകളിലും വലിയ വലിയ പ്രതിഷേധങ്ങളിലും ഏർപ്പെട്ടവരാണ്. വീണ്ടും അത്തരം ചർച്ചകൾ കൊണ്ടുവരികയാണ്. ഏതായിരുന്നാലും ഇവിടെ എല്ലാം പിടിച്ചു നിൽക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന് കയ്യിലുള്ള ആയുധം ദുആയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ശത്രുക്കൾക്കൊന്നും NRC, CAA പോലുള്ള ഒരു കുടുക്കിലും ഈ ഉമ്മത്തിന് കൊടുക്കാൻ പറ്റാതെ അല്ലാഹു റമളാനിന്റെ ബറക്കത്തുകൊണ്ട്, പരിശുദ്ധ റസൂലിന്റെ ബറക്കത്തുകൊണ്ട് പരിപൂർണമായ സലാമത്തും വിജയവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ദിക്ർ ദുആ മജ്ലിസിലേക്ക് കടക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله
അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഇനി പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10 സജീവമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ദുആയാണ് അള്ളാഹിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ടുള്ള ദുആ. ഈ ദുആഇന്റെ പ്രത്യേകത എന്താ? ഈ ദുആഇന്റെ പ്രത്യേകത ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അത് മുഴുവനും കബൂലാക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഹദീസിൽ കാണാം. അപ്പൊ അതാണ് ആത്മാർത്ഥമായി പറയേണ്ടത്. എന്റെ കൂടെ പറയാം. അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ, اللهم ارحمني يا ارحم الراحمين، 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 اللهم ارحمني يا ارحم الراحمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദതു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല, ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ് ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. ഇതിലൊക്കെ ഉമ്മമാരൊക്കെ പങ്കെടുക്കണം. ഈ ദിക്ർ ദുആയിലൊക്കെ ഖുർആനിന്റെ സൂറത്തുകൾ ഓതുമ്പോൾ അതിലൊക്കെയാണ് നമുക്ക് ഈ പീരീഡിന്റെ ടൈമിലുള്ള വ്യത്യാസമുള്ളൂ. ബാക്കി ദുആയിലൊക്കെ സജീവമാകണം. പലരും ചൊല്ലാൻ പറ്റുമോ, ഇത് പുണ്യമുള്ളതല്ലേ എന്ന് മാറി നിൽക്കുന്നുണ്ട്. ഒരിക്കലും പാടില്ല. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക യഗ്ഫിറു ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീം ഇല്ലൽ അലീം. യാ അലീം യാ അലീം യാ അലീം അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക യഗ്ഫിറു ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീം ഇല്ലൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പഠിച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അലീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار.
അൽഹംദുലില്ലാ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും വേറിട്ടൊരു ഇസ്മാണ്. അതായത് പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10കളിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ആദ്യത്തെ 10 അവ്വലുഹു റഹ്മത്തുൻ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തിന്റെ 10ആണ്. അപ്പൊ ഒരുപാട് ചോദിക്കേണ്ടതും അള്ളാഹുവിന്റെ റഹ്മത്ത് തന്നെയാണ്. ആ ചോദ്യവുമായി അള്ളാഹുവിന്റെ റഹ്മത്തുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാൻ ഈ ഇസ്മ ചൊല്ലുന്ന അല്ലെങ്കിൽ പറയുന്നവർക്ക് പ്രത്യേകം പോലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതാണ് യാ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി വിളിക്കുന്ന തേടുന്ന തേട്ടമാണ്. അതിനോടുകൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുകൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ആ ഒരു ദിക്റാണ് ഈ പറയാൻ പോകുന്നത്. ആത്മാർത്ഥമായി എനിക്ക് റഹ്മത്ത് വേണം എന്നുള്ള തേട്ടം ഈ അസ്മാ പറയുന്നതിൽ നമ്മുടെ കൽബിൽ ഉണ്ടാകണം. എൻ്റെ കൂടെ എല്ലാവരും പറയണം. യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ റഹ്മാനു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഇസ്മ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ, അവന്റെ റഹ്മത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി റമദാനിൽ ഉടനീളം നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്. പ്രത്യേകം പൊറുക്കണേ, പാപമോചനം നൽകണേ എന്നുള്ള തേട്ടമാണ് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ ഏതൊരു കാര്യമാണോ നമുക്ക് നേടിയെടുക്കാനുള്ളത് ആ കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അള്ളാഹിന്റെ ഇസ്മ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യൽ പുണ്യമാണ്, ഇജാബത്ത് കിട്ടുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമ്മുടെ തിന്മകൾ കരിഞ്ഞു പോകാൻ അള്ളാഹുവിന്റെ ഗഫാർ യാ ഗഫാർ യാ അല്ലാഹ്, ഏറ്റവും പാപങ്ങൾ പൊറുക്കുന്നവനെ എന്നുള്ള ആ ഒരു വിളിയാളം, ആ ഒരു ഇസ്മ, അത് വല്ലാത്ത പവറാണ്. അതും പരിശുദ്ധമായ കലിമത്ത് തൗഹീദും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഇസ്മ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. യാ ഗഫാർ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ഗഫാർ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഖബ്ബലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനും പരിശുദ്ധ തറാവീഹും നോമ്പ് തുറക്കലും നോമ്പ് തുറപ്പിക്കലും എല്ലാ അമലുകളും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാരാ? പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റമളാൻ നമുക്ക് കിട്ടാൻ കാരണം പുണ്യ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിന് ഈസാ നബിക്ക് റമളാനില്ല, മൂസാ നബിക്ക് ഇല്ല. എന്തുകൊണ്ടാ? അവരുടെ കൂടെ പുണ്യ റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂടെ പുണ്യ നബിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയത്. ലൈലത്തുൽ ഖദർ, ഖുർആൻ ഒരു ഉമ്മത്തിനും അള്ളാഹു കൊടുത്തില്ല, ഈ ഉമ്മത്തിനാണ് നൽകിയത്. കാരണം ലീഡർ പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുത്തെ ഓർക്കാതെ, അവിടുത്തെ സ്വലാത്തില്ലാതെ ഒരു മജ്ലിസും ഇല്ല, നമുക്ക് ഒന്നും വിജയിക്കൂല. അതുകൊണ്ട് പരിപൂർണമായി ഈ മജ്ലിസിന്റെ ബറക്കത്ത് തീർച്ചയായും സ്വലാത്തുകൾ കൂടെയാണ്. ആത്മാർത്ഥമായി ബറക്കത്തിന് വേണ്ടി കുറച്ച് സ്വലാത്ത് നമുക്ക് ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم
ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على النور واهله 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 اللهم صل على النور واهله. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ. അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും. റമളാനിലൊക്കെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തൗഫീഖ് കിട്ടുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഇതേവരെ റമളാനിൽ വഫാത്തായി പോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
صدق الله مولانا العظيم. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. റഹ്മുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ എല്ലാറ്റിൻ്റെയും മിഥില സവാബ്, എല്ലാറ്റിൻ്റെയും സബബായ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ പ്രത്യേകിച്ച് പടച്ചവനെ പരിശുദ്ധമായ റമദാനിൽ വഫാത്തായി ഷഹീദായി പോയ അസ്ഹാബുൽ ബദരീങ്ങള് അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ കാരണവന്മാര്, മാതാപിതാക്കൾ, ഉസ്താദുമാര്, വെല്ലുപ്പമാര്, വെല്ലുമ്മമാര്, ഭാര്യ, ഭർത്താക്കന്മാര്, മക്കള്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഖബറിലുള്ളവര് എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ മഹഫദ് കൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് അഫൂ നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്, ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൊച്ചു കൊച്ചു അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ്. നോമ്പും തറാവീഹും ഖുർആനോത്തും എല്ലാ നന്മകളും നീ കബൂലാക്കണേ റബ്ബേ. എല്ലാറ്റിലും വരുന്ന പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാഹ്. പടച്ചവരെ, ലോക മുസ്ലിമീങ്ങൾക്ക് സന്തോഷം സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളായി വിശ്വാസികളെ ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ പെടുത്തുന്നു പടച്ചവനെ, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ പോലും പടച്ചവരെ, അല്ലാഹുവേ, പലതരത്തിലുള്ള കെണികൾ ഞങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും ആവർത്തി വരികയാണ് റബ്ബേ. നിന്റെ ഹിഫ്ള് തരണേ അല്ലാഹ്. പടച്ചവരെ, റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ ഉന്നത വിജയമുള്ള മക്കളാക്കണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത്, വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത്, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത്, എത്രയോ കഷ്ടപ്പെടുന്നവരാണ്, രോഗികളാണ്, പ്രയാസപ്പെടുന്നവരാണ്. എത്ര പേരാണ് ദുആ ചെയ്യാൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു റബ്ബേ. പടച്ചവനെ, എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റണേ അല്ലാഹ്. എല്ലാവർക്കും ഞങ്ങൾക്കും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. റമദാൻ അനുകൂലമായി സാക്ഷി പറയിപ്പിക്കണേ റബ്ബേ. റഹ്മത്തിന്റെ പരിശുദ്ധമായ പത്തുകളിൽ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊടുക്കുന്ന വിശ്വാസികൾ ഞങ്ങളെ കൂടെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.